പുതുനഗരം സ്ഫോടനം നടന്നത് SDPI സ്വാധീന മേഖലയിലെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C. കൃഷ്ണകുമാർ. SDPI വിജയിച്ച വാർഡിനോട് ചേർന്നാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനം നടന്ന വീട്ടിലെ 3 പേരും സജീവ SDPI പ്രവർത്തകരാണെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെയും പ്രദേശത്ത് സ്ഫോടനം നടന്ന് പശുവിന് പരിക്കേറ്റിരുന്നു. അന്നു തന്നെ വിശദമായ അന്വേഷണം നടത്തണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള SDPI ശ്രമമാണോ എന്ന് സംശയിക്കുന്നു. മൂത്താൻതറ സ്കൂളിന് മുന്നിൽ സ്ഫോടനം നടന്നപ്പോൾ തന്നെ BJP സംശയം ഉന്നയിച്ചതാണ്. 3 സ്ഫോടനങ്ങൾക്ക് പിന്നിലും SDPI ആണെന്നും അദ്ദേഹം ആരോപിച്ചു. പോലീസ് വിശദമായ അന്വേഷണം നടത്തണമെന്നും അല്ലാത്തപക്ഷം BJP ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. നേരത്തെ നടന്ന സ്ഫോടനം നടന്ന വീട്ടിലെ 3 പേരും SDPIയുടെ സജീവ പ്രവർത്തകരാണ്, സഹോദരങ്ങൾ. SDPIയുടെ ഒരു സ്വാധീന മേഖലയാണ്. SDPI വിജയിച്ച വാർഡിനോട് ചേർന്ന പ്രദേശത്താണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. പുതുനഗരം പ്രദേശത്ത് കഴിഞ്ഞ 6 മാസം മുമ്പ് ഇത്തരത്തിൽ ഒരു സ്ഫോടനം നടന്ന ഒരു പശുവിന് പരിക്കേറ്റിരുന്നു. അത് സംബന്ധിച്ച് പോലീസിന് പരാതി നൽകിയതാണ്. അന്ന് ആ പരാതി സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഇതിലെ പ്രതികളെ പിടിക്കാൻ കഴിയുമായിരുന്നു. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, C. കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞത്? കൃഷ്ണരാജ്, കഴിഞ്ഞ ഉത്രാടം ദിനത്തിലായിരുന്നു പാലക്കാട് പുതുനഗരത്ത് ഒരു സ്ഫോടനം ഉണ്ടായത്. ഈ സ്ഫോടനം നടന്നത് SDPIയുടെ ഒരു സ്വാധീന മേഖലയിലായിരുന്നു. SDPI വിജയിച്ച വാർഡിനോട് ചേർന്ന പ്രദേശത്താണ് സംഭവം ഉണ്ടായത്. ഏതായാലും സ്ഫോടനം നടന്ന വീട്ടിലെ 3 പേരും സജീവ SDPI പ്രവർത്തകരാണ് എന്നുള്ളതാണ് C. കൃഷ്ണകുമാർ പറയുന്നത്. നേരത്തെയും പ്രദേശത്ത് സ്ഫോടനം നടന്ന് ഒരു പശുവിന് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഇതുമായി ബന്ധപ്പെട്ട് BJP പരാതി നൽകിയതാണ്. പക്ഷേ പോലീസ് ആ വിഷയത്തിൽ കാര്യമായ അന്വേഷണം നടത്താത്തതാണ് വീണ്ടും ഒരു സ്ഫോടനം ഉണ്ടാവുന്നതിലേക്ക് കാര്യങ്ങൾ വഴിവെച്ചത്. ജില്ലയെ കലാപഭൂമിയാക്കാനുള്ള SDPIയുടെ ശ്രമമാണോ ഇത് എന്ന് സംശയിക്കുന്നുവെന്നും മൂത്താൻതറ സ്കൂളിന് മുന്നിൽ ഒരു സ്ഫോടനം നടന്നിരുന്നു. അത് അന്ന് തന്നെ BJP അതിലൊരു സംശയം ഉന്നയിച്ചിരുന്നു. കാരണം BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മേഖല, പതിറ്റാണ്ടുകളായി ജനസംഘ കാലം മുതൽ BJP വിജയിക്കുന്ന ഒരു മേഖല. ആ മേഖലയിൽ പെട്ടെന്നൊരു സ്ഫോടനം ഉണ്ടായത് അത് തീർച്ചയായും അതിൽ തന്നെ സംശയമുണ്ട് എന്ന് BJP അന്ന് പരാതി നൽകിയിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിലും കാര്യമായ അന്വേഷണം ഉണ്ടാവാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് C. കൃഷ്ണകുമാർ ആരോപിക്കുന്നത്. മാത്രമല്ല, നമുക്കറിയാം പാലക്കാട് മൂത്താൻതറയിൽ മേലാമുറി ഭാഗത്ത് വെച്ചാണ് ശ്രീനിവാസനെ വധിക്കുന്ന സാഹചര്യം. പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ശ്രീനിവാസനെ കടയിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ജില്ലയെ കലാപഭൂമിയാക്കുന്നതിന് വേണ്ടിയുള്ള SDPIയുടെ ശ്രമത്തിന്റെ ഭാഗമാണോ ഇത് എന്ന് സംശയമുണ്ട് എന്നുള്ളതാണ് C. കൃഷ്ണകുമാർ പറയുന്നത്. സംഭവത്തിലാണെങ്കിൽ ഇതുവരെ CPMന്റെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ DCC നേതൃത്വമാണെങ്കിൽ ഒന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. മൂത്താൻതറ സ്കൂളിന് മുന്നിൽ നടന്ന സ്ഫോടനത്തെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് അത് BJP ആണ് അതിന് പിന്നിൽ. ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.